ഇത് മിസ്റ്റർ ജോപ്പൻ. സ്വന്തക്കാരെല്ലാവരും അമേരിക്കയിലാണെങ്കിലും നിഷ്കളങ്കനും അഭിനയമോഖിയുമായ ജോപ്പന് കന്നുകാലികളും കാലിത്തൊഴുത്തുകളും പാടങ്ങളും കൊച്ചുകൂട്ടുകാരുമുള്ള ഈ മനോഹര ഗ്രാമമാണ് ഇഷ്ടം. ഇനി നമുക്ക് ജോപ്പന്റെ ഓട്ടം തുടർന്ന് കാണാം. എന്നെ ഇങ്ങോട്ട് ഓട്ടിക്കല്ലേ, അവിടെ നിക്ക്. എന്റെ പശു ഒന്ന് നിക്ക്. ജീവൻ വേണോ മാറിക്കോ, മതയിളകി വരുന്ന പശുവാ. ഇടികിട്ടിയാൽ ഇരുപ്പതാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പശു എന്നെ ഇങ്ങനെ ഓടിക്കാതെ. എന്നാ പിന്നെ പോട്ടു പിള്ളേരെ, അവളങ്ങ് വീട്ടിൽ വന്നോളൂ. വല്ല കണ്ടത്തിലോ വാടേരടയിലോ വയറ് നിറച്ച് പുല്ല് നിന്നിട്ട് പെണ്ണാളങ്ങ് വീട്ടിൽ വന്നോളൂ. പക്ഷേ പശുവിന്റെ പുറകെ ഇത്രയും നേരം ഓടിയതിനെ ചാച്ചൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നേ പറ്റൂ. കടയിൽ നിന്ന് വല്ലതും വാങ്ങിക്കാനായിട്ട് എൻ്റെ കയ്യിൽ 10 കാശില്ല. വീട്ടിൽ വരുവാണെങ്കിൽ തേങ്ങാമുട്ടായും അവലോസുണ്ടെങ്കിൽ തരാം. വാ. എടാ, അവലോസ് ഉണ്ടെങ്കിൽ അവലോസ് ഉണ്ടാ, നമുക്ക് പോയി മേടിക്കാം. ചാച്ചാ, ഞങ്ങൾ നാളെ വന്നോളാം. ശരി. എനിക്ക് വയ്യേ. നിങ്ങൾ വന്നായിരുന്നോ? ചാച്ചൻ അവലോസുണ്ട് കൊണ്ടുവന്നു. അയ്യേ, ഇതെന്തോ തേങ്ങാ പിണ്ണാക്ക. ഇത് അച്ഛന്റെ പെണ്ണാളിനെ കൊടുത്താ മതി. ഉണ്ടയും മുട്ടായും തിന്നിരുന്ന കാര്യം ഞാനങ്ങ് മറന്നുപോയി. പശുവിന്റെ ബോറടി മാറ്റാനാണ് തൊഴുത്തിൽ ഇതുപോലുള്ള അടിപൊളി പാട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതിനൊന്നുമല്ല, നല്ല നല്ല പാട്ട് കേൾപ്പിച്ച ഇവള് കൂടുതൽ പാല് ചേർത്തുവെന്ന് ഈയിടെ സ്ഥലം മാറി വന്ന മൃഗ ഡോക്ടർ പറഞ്ഞു. മ്യൂസിക് കേൾക്കാൻ തുടങ്ങിയ പിന്നെ ഇവിടെ എത്ര കൂടുതൽ തരുന്നുണ്ട്? കൃത്യമായിട്ട് അറിയണമെങ്കിൽ കറവക്കാരൻ കുമാരൻ വരണം. ഏതായാലും ഒന്നുറപ്പാ, പാട്ടുപെട്ടി വന്നത് പിന്നെ പെണ്ണാളിന്റെ അകിട് ഒന്ന് മെനിങ്ങിയിട്ടുണ്ട്. അത് വല്ല അകിട് വീക്കത്തിന്റെ ആയിരിക്കും. പിന്നെ അകിട് വീക്കൊന്നുമല്ല. മതി മതി, പശുപുരാണം നിർത്തിട്ടെ പാലത്തിലോട്ട് വാ, നാടകം പഠിക്കണ്ടേ. അപ്പൊ നമുക്കിന്ന് ഉണ്ണിയേശുവിന്റെ പിറവി എടുക്കാം. എങ്കിൽ ഞാൻ ചെന്ന് സൈക്കിളിന്റെ പുറകെ ഇരിക്കുന്ന പ്രോപ്പർട്ടി എടുത്തിട്ട് വരട്ടെ. പ്രോപ്പർട്ടിക്കും തേപ്പൊട്ടിക്കും ഒക്കെ ഈശോയുടെ ജനനത്തിൽ എന്നാ കാര്യം? എന്റെ ജോസച്ചായ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. അതിന് കർത്താവിന് പറക്കാൻ ഒരുപാട് ഏക്കറോ പുരയിടോ വല്ലതും വേണോ? കേവലം ഒരു കാലിത്തൊഴുത്ത് പോരെ ക്ലീറ്റസേ? ദൈവമേ, ഞങ്ങളുടെ സംവിധായകന്റെ തല പിണ്ണാക്കായി പോയല്ലോ. ഓർമ്മിപ്പിച്ചത് നന്നായി. പെണ്ണാളിന് പിണ്ണാക്ക് കൊടുത്തില്ലടി. ഞങ്ങളെ നാടകം പഠിപ്പിച്ചിട്ട് പശുവിന് കാടിയും പിണ്ണാക്കും കൊടുക്കാൻ പോയാൽ മതി. കാലിത്തൊഴുത്തിലേക്ക് വേണ്ട പ്രധാന പ്രോപ്പർട്ടി ഇതാണെന്ന് മഹാനായ ഡയറക്ടർക്ക് ഇപ്പൊ പിടികിട്ടിയോ? അത് പിന്നെ പച്ച മലയാളത്തിൽ കച്ചി എന്ന് പറയാതെ സായിപ്പിന്റെ ഭാഷ പറഞ്ഞ് നീ എന്നെ വരട്ടിട്ടല്ലേ? ഓ, അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായോ? അയ്യോ, പുൽക്കുട്ടിയെ വെക്കാനുള്ള ഉണ്ണിയേശുയുടെ രൂപം ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയല്ലോ. അതൊക്കെ നാടകത്തിന്റെ അന്ന് തട്ടേ കയറുമ്പോ മതി. തൽക്കാലം നമുക്ക് ഈ നിൽക്കുന്ന നത്തോലിയെ നമുക്ക് ദൈവപുത്രനായിട്ട് കച്ചി കിടത്താം. ഇവിടെ വന്ന് അടങ്ങിക്കിടന്ന് ഈശോട്ട് മാറ. പിന്നെ എനിക്കൊന്ന് മേലെ ദേഹം ചൊറിയും. നാടൻ കളിക്കലല്ലേ, ഇച്ചിരി ചൊറിയും. അപ്പൊ നീ പിതാവ്, ഇവള് മാതാവ്. ഓ കർത്താവേ, മാതാവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. 4 മണിക്ക് കന്യാസ്ത്രീ മഠത്തിലെ വല്യമ്മയ്ക്ക് 2 ലിറ്റർ പാല് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നതാ. നാടകം നമുക്ക് നാളെ പഠിക്കാവേ. ഗ്ലീറ്റസേ, സംഭാഷണമൊക്കെ നോക്കി വെച്ചേക്കണേ. ഇത്രയും ശുദ്ധമായ പാല്
ഈ പഞ്ചായത്തിൽ മഷി ഇട്ട് നോക്കിയാ കിട്ടുമോ എന്റെ മമ്മൂട്ടിക്ക? ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ കണ്ണി കണ്ട കവർ പാലൊന്നും മേടിക്കാതെ ഞാൻ എപ്പോഴും ജോപ്പന്റെ 916 പാല് മാത്രം മേടിച്ച് യൂസ് ചെയ്യുന്നത്. മിണ്ടാ പ്രാണിയെ കന്നുകാലിക്ക് നമ്മൾ അങ്ങോട്ട് വിഷവും കീടവും ഇല്ലാത്ത തീറ്റയും കുടിയും കൊടുത്തു നോക്ക്. തിരിച്ചത് ഇങ്ങോട്ട് നല്ല യമണ്ടം പാല് ചറുചറേന്ന് ചൊരുത്തി തരും. പിന്നല്ലാതെ. ഇതാരെ കണ്ടില്ലേ കലർപ്പില്ലാത്ത പാല് ചേർത്ത ചായ കുടിക്കാൻ കാറിലും ആൾക്കാര് വരുന്നത്. ഇത് നമ്മുടെ അജയ് സാറല്ലേ? വാ സാറേ. എന്തൊക്കെയാണ് മമ്മൂട്ടിക്ക വിശേഷം? ഒരു സമയം പോലും വീട്ടിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഇല്ലല്ലോ. അതങ്ങനെ അജയ, ഞാൻ വീട്ടിൽ അടങ്ങി കുത്തിയിരുന്ന ചായക്കട മമ്മൂട്ടിക്ക അടങ്ങൂ. അതുപോലെ മടത്തിലമ്മ, പള്ളിയിലച്ഛൻ, എല്ലാവർക്കും നേരത്തും കാലത്തും പാലെത്തിക്കണ്ടേ? റോണിച്ചാൻ അമേരിക്കയിൽ ഈ മാസം കാശയച്ചോന്നറിയാനാ ഞാൻ ഇറങ്ങിയത്. കറണ്ടിന്റെയും കേബിളിന്റെയും ഡേറ്റ് ആവാറായി. ഇന്നലെ പാതിരാത്രി വരെ അയച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞാനല്ലോ. നോക്ക്, ഈ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരാന്തയിൽ നിന്ന് പറന്ന് മുറ്റത്ത് വീണ് കിടക്കുകയായിരുന്നു. ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്തവനായി പോലോ ജോപ്പാ നീ. അതുണ്ടാകണമെങ്കിലേ ഇവനെ കയ്യോടെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം. അയ്യടെ മനമേ, അത് ഞാൻ നിന്നിട്ട് വേണ്ടേ? ഞാനൊന്ന് പറയട്ടെ. നീ പിണങ്ങി പോവാ ജോപ്പാ. പിണങ്ങി പോവും. എടാ നെയ്യപ്പം തന്ന രണ്ടാ ഗുണം. നെയ്യപ്പം നീ അതുപോലെ പെണ്ണ് കെട്ടിയാലും പലതുണ്ട് പ്രയോജനം. എല്ലാം നീ എടുത്തോ. അതെ, കൂട്ടത്തി ഒരു മൊഞ്ചത്തി ഉണ്ടെങ്കിൽ അണിയിച്ചൊരുക്കി പള്ളിയിൽ കൊണ്ടുപോവാം. പഴയ ചങ്ങമ്പുഴയുടെ രമണനെ മറ്റേ ചന്ദ്രിക പോലെ. രമണൻ ചന്ദ്രിക ഒന്നിച്ച് നിങ്ങൾക്ക് കാലിൽ മേക്കെ ഇറങ്ങാം. രണ്ടാളും എന്തു പറഞ്ഞാലും പെണ്ണെന്ന കുരിശിനെ ഈ ജോപ്പൻ ചുമലിലേറ്റാൻ പോണില്ല. ആ മത്തായച്ചനും മറിയച്ചേടത്തി ഉണ്ടായിരുന്നെങ്കിൽ എന്നേ ഇവന്റെ കല്യാണം കഴിഞ്ഞനെ. ഒരു പാവാ സാറേ, പാവം. അങ്ങോട്ട് ശരിയായിട്ട് ഒന്ന് വിടറാ. ഹോ, കാലത്ത് നീയൊക്കെ പഴങ്കഞ്ഞിയും കഴിച്ചോണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. തള്ളു. പഴങ്കഞ്ഞി ആയാലെന്താ, 1.5 കിലോമീറ്റർ ആയില്ലോ തള്ളാൻ തുടങ്ങിയിട്ട്. എന്റെ ഇച്ചായ ഒന്ന് വേഗം തള്ളു. കേറ്റം വരുന്നുണ്ട്, കേറ്റം വരുന്നുണ്ട്. തള്ളുവല്ലേ? ഉന്തിക്കോ, ഉന്തിക്കോ, ഉന്തിക്കോ. അങ്ങനെ. ഈ പഞ്ചർ വണ്ടി ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ ജോപ്പച്ചാനും ഞങ്ങൾക്ക് ഈ വല്ല പാടുണ്ടായിരുന്നു. അത് നേരാണല്ലോടാ. ഇപ്പോഴായിരുന്നു തലക്കകത്ത് ട്യൂബ് ലൈറ്റ് മിന്നിയത്. പതുക്കെ പതുക്കെ പിടിച്ചോളേ. പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. എന്നാ പിന്നെ ഞാൻ ചെന്നതിന് പഞ്ചർ ഒട്ടിച്ചിട്ട് വരാം. എന്നിട്ട് കൊല മമ്മൂട്ടിക്കട കടയിൽ കൊടുക്കാം. അതുവരെ നിങ്ങളിത് നോക്കി നിന്നോണം കേട്ടോ. സൈക്കിൾ പിടിച്ചോ. എടുത്തോ പതുക്കെ. ഇവിടെ ഇരിക്കട്ടെ. നിങ്ങള് കൊല നോക്കണേ. നല്ല ഒന്നാന്തരം പാളയംകുടം കോല. ശരിയാ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുക്കാ. എനിക്കിട്ട് നല്ല ചെയ്താണല്ലോ ചെയ്ത്. മമ്മൂട്ടിക്കാൻ ഇനി എന്ത് വഴക്ക കൊണ്ടു കൊടുക്കും? പഴം മുഴുവൻ പിള്ളേര് വന്നു. തൊലിയെങ്കിലും എന്റെ പെണ്ണാളിന് കൊണ്ട് കൊടുക്കാം. അവന്റെയൊക്കെ മുഖത്ത് കാടി വെള്ളം ഒഴിക്കണം. ഐ ആം രാംദാസ്. NRI മിസ്റ്റർ റോണിയുടെ വീട് ഇത് തന്നെയല്ലേ? അതെ സാർ. സാർ ഏതെങ്കിലും ബാങ്കിന്റെ ആളാണോ അതോ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രതിനിധിയാണോ? സി മിസ്റ്റർ അജയൻ. അജയൻ, ഐ ആം സോ ബിസി ടുഡേ. ഇത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് 3-4 ഡീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ ആളെ വിളിക്കണം. ആണോ? സാർ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. മിസ്റ്റർ,
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ബ്രാഞ്ചുകളുള്ള ഷാദി.com എന്ന സ്ഥാപനത്തിന്റെ ഷാദി അസംബ്ലറാണ് ഞാൻ. ഈ വീട്ടിൽ ജോപ്പൻ എന്ന ഒരു ക്രോണിക് ബാച്ചലർ ഉണ്ടെന്ന് അറിഞ്ഞു വന്നാണ് ഞാൻ. ഇത് കണ്ടോ, എന്റെ ഈ ലാപ്പ് മുഴുവൻ വിവാഹം കൊതിക്കുന്ന വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളാണ്. അത് ശരി, കല്യാണ ദല്ലാളാണല്ലേ, ബ്രോക്കർ. ഇങ്ങനെ നാണിച്ചു മാറി നിൽക്കാതെ ഈ മധുരക്കാടി കുടിക്കണ്ട പെണ്ണാളെ. നിനക്ക് ഇഷ്ടമുള്ള പഴത്തൊലി ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. കുടിച്ചോ. ഇതാണ് നിങ്ങൾ തിരക്കി വന്ന റൂബി പില്ലയിലെ ക്രോണിക് ബാച്ചിലറായ ജോപ്പൻ. ഹലോ, അവിടെ ഇടാൻ പറഞ്ഞ എങ്ങനാ? ഇതിനകത്ത് 1.5 ലിറ്റർ കാടി ഉള്ളത് വെറുതെ പോകത്തില്ലേ? ഏതാ ജയ ഈ അവതാരം? അതൊക്കെ പറയാം. നീ കാടിയും ചാണകമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷായി വാ, നമുക്കൊരിടം വരെ പോകാനുണ്ട്. വാ. നമസ്കാരം. ഈ ബന്ധോത്ത മിസ്റ്റർ റപ്പായി കപ്പിയാർക്ക് കാരുണ്യോ ധനശ്രീയോ ഒന്നും എടുക്കേണ്ടി വരില്ല. മെഗാ ബമ്പറല്ലേ കിട്ടാൻ പോകുന്നത്. എൽസമോളിപ്പോ ഇവിടെ അടുത്തുള്ള പട്ടോളീസ് ആശുപത്രിയിൽ നഴ്സായിട്ട് ജോലി നോക്കുക. ജോപ്പന്റെ ഭാര്യയായി കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മോൾക്ക് നല്ല അടിപൊളി ശമ്പളത്തിൽ അമേരിക്കയിൽ നേഴ്സായി ബലസാമല്ലോ. എന്നാ പിന്നെ മറിയേ മറിയേ, വാ മോളെ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഞാനല്ല ചെക്കൻ. അതായിരിക്കും, അങ്ങോട്ട് കൊടുക്ക. ഞാനല്ല പയ്യൻ. അല്ല, പറഞ്ഞതുപോലെ ചെറുക്കൻ എവിടെ പോയി? എവിടെ? അല്ല, അതെ, ഇവിടെ തൊഴുത്തു വല്ലതും ഉണ്ടോ? ലോണാണല്ലേ? അല്ല, കാതിൽ കമ്മലിട്ടോണ്ട് ചോദിച്ചതാ. അയ്യോ, ആടിന്റെ കാര്യമാ. എന്നെ പിടിച്ചോ? ഇതാണ് ഞാൻ ഈ ഏടാകൂടത്തിന് പോകുന്നില്ലെന്ന് അജയനോടും ബ്രോക്കറോടും പറഞ്ഞത്. നല്ല 1-ാം തരം തറവാട്ടി പിറന്ന പയ്യനോട് യാതൊരു ഉളുപ്പുമില്ല പറയുന്ന കേട്ടില്ലേ, പിടിച്ചോളാൻ. കണ്ടിട്ട് ആളൊരു കൺട്രി ടൈപ്പാണെന്ന് തോന്നുന്നു. പിടിച്ചോന്ന് ചോദിച്ചാ ഇഷ്ടമായോ? ഇഷ്ടമായി. അതെന്തൊരു ചോദ്യമാ, ഇഷ്ടമായി. 101 വട്ടം ഇഷ്ടമായി അല്ലേ ജോപ്പാ? എന്നാ പിന്നെ അധികം വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് കെട്ട് ഈ ആഴ്ച എന്നെ ഫിക്സ് ചെയ്യാം, അല്ലേ കപ്പേരങ്ങൾ? അതെ അതെ. എല്ലാരും കൂടെ എന്നെ കെട്ടിയനാക്കുകയാണെങ്കിലേ എനിക്കും ചിലത് പറയാനുണ്ട്. എന്താ കുഞ്ഞേ? അല്ല, സ്ത്രീധനക്കാര്യം വല്ലോ ആണോ? ആണെന്ന് വെച്ചോ. ഇപ്പൊ ഏതായാലും ഞാൻ പെട്ടു. എങ്കിൽ പിന്നെ സ്ത്രീധനമായിട്ട് എനിക്ക് എന്റെ പെണ്ണാൾ പശുവിന്റെ കൂടെ കൂട്ടു നിൽക്കാൻ 3-4 പശുക്കളെ കൂടെ വേണം.